കണ്ണൂർ പയ്യന്നൂരിൽ സിനിമാ സീരിയൽ നടൻ ഹരിമുരളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പയ്യന്നൂരിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബാലതാരമായി നിരവധി സിനിമകളിൽ ഹരിമുരളി അഭിനയിച്ചിട്ടുണ്ട്. VFX ആർട്ടിസ്റ്റായിരുന്നു. പ്രശസ്ത നാടക നടൻ പയ്യന്നൂർ മുരളിയുടെ മകനാണ്. വിവരങ്ങളുമായി രജീഷ് കുളങ്ങര ചേരുന്നു. രജീഷ്, ഒരു ചെറുപ്പക്കാരനാണ് ഹരിമുരളി. പെട്ടെന്നുള്ള ഒരു മരണം വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ആത്മഹത്യ കാരണം, അല്ലെങ്കിൽ മരണത്തിന് കാരണമെന്ന വിവരം ലഭിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ദുരൂഹതയുണ്ടോ മരണത്തിന്? ടോം, രാവിലെ 6:30യോടെയാണ് ഹരിമുരളിയെ ബന്ധുവും അഭിനേതാവുമായ KU മനോജിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊട്ടടുത്ത് തന്നെയുള്ള ബന്ധുവാണ് ഈ KU മനോജ്, പ്രശസ്ത അഭിനേതാവാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഹരിമുരളിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഹരിമുരളിക്ക് 27 വയസ്സായിരുന്നു. 30 വർഷത്തോളമായി നാടകരംഗത്ത് സജീവമായിരുന്ന പ്രശസ്ത നാടക നടൻ പയ്യന്നൂർ മുരളിയുടെ മകനാണ്. 5ാമത്തെ വയസ്സിൽ സീരിയലിലൂടെയാണ് ഹരി അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. രസികനാണ് ആദ്യ സിനിമ. രസികനിൽ ചെയ്ത വേഷം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. രസികന് ശേഷം അണ്ണൻ തമ്പി, മാടമ്പി, ഡോൺ, പട്ടണത്തിൽ ഭൂതം, ഉലകം ചുറ്റും, വാലിബൻ തുടങ്ങി നിരവധി സിനിമകളിൽ വേഷമിട്ടിരുന്നു. പിന്നീട് പഠനാവശ്യത്തിനായി സിനിമയിൽ നിന്നും വിട്ടുനിന്ന ഹരി തിരിച്ചെത്തി അമർ അക്ബർ അന്തോണി എന്ന സിനിമയിൽ ചെറിയൊരു വേഷവും ചെയ്തിരുന്നു. ബംഗളൂരുവിൽ നിന്നും BSc വിഷ്വൽ എഫക്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് പഠിച്ചിറങ്ങിയ ഹരി എറണാകുളത്ത് ജോലി ചെയ്തു വരികയായിരുന്നു. VFX മേഖലയിലൂടെ സിനിമയിൽ പിന്നണിയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അന്ത്യം സംഭവിച്ചത്. നാടക സിനിമാ നടൻ KU മുരളിയുടെയും പ്രസന്നയുടെയും മകനാണ്. ബാലതാരമായി വന്ന് ഇപ്പോൾ സിനിമയിൽ സജീവമായ നടൻ ഗണപതി ഹരിയുടെ ബന്ധുവാണ്. സിനിമാ നാടക നടൻ ബാബു അന്നൂർ ഹരിയുടെ അച്ഛന്റെ സഹോദരനാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഹരി ചില മാനസിക അസ്വാസ്ഥ്യം അനുഭവിക്കുന്ന ആളാണ് എന്നാണ് അറിയുന്നത്. സ്വന്തം വീട് തൊട്ടടുത്തുള്ള ബന്ധുവും അതാണ് വലിയ ഞെട്ടൽ ഉളവാക്കുന്നത്. കാരണം പ്രത്യേകിച്ചും ഈ കണ്ണൂർ പയ്യന്നൂരിലൊക്കെ വളരെ സജീവമായിട്ടുള്ളൊരു കുടുംബമാണ്. സിനിമയുമായി അത്ര ബന്ധമുള്ളവർ. കുട്ടിക്കാലം മുതൽ ഈ സിനിമയും നാടകവുമായി അല്ലെങ്കിൽ സീരിയലിലൊക്കെ വളരെ സജീവമായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ്റെ മരണം ഈ ചലച്ചിത്ര മേഖലയിൽ ഉൾപ്പെടെ വലിയ ഞെട്ടൽ ഉളവാക്കിയിട്ടുണ്ട്. രജീഷ്, ഇവിടെ മാനസികമായ ചില പ്രശ്നങ്ങൾ ഇയാളെ അലട്ടിയിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും വിഷാദമാണോ, വിഷാദ രോഗമായിരുന്നോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ആത്മഹത്യക്കുറിപ്പോ മറ്റോ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? ടോം, സ്വന്തം വീടിന്റെ തൊട്ടടുത്തുള്ള നേരത്തെ പറഞ്ഞതുപോലെ KU മനോജിന്റെ വീടിന്റെ 2ാമത്തെ നിലയിൽ, മുകളിലത്തെ നിലയിലായിരുന്നു ഹരിമുരളി ജീവൻ ഒടുക്കിയത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഹരിയുടെ വീട്. അടുത്തടുത്തുള്ള നല്ല പോക്കുവരൊക്കെയുള്ള നല്ല ബന്ധമുള്ള വീടുകളാണ്. സ്വന്തം വീട് പോലെ തന്നെ കരുതുന്ന വീടുകളാണ്. ഹരി സാധാരണ നാട്ടിലുള്ളപ്പോൾ ഇവിടെയാണ് താമസിക്കാറുള്ളത്. മൃതദേഹത്തിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. എന്നാൽ ഹരിമുരളി അടുത്ത കാലത്തായിട്ട് മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്നതായാണ് വിവരം. വിഷാദത്തിലുള്ള ചികിത്സയിലായിരുന്നു ഹരി എന്നുമാണ് ബന്ധുക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരം. രാവിലെ വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇപ്പോൾ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വ്യക്തമാണ്. സീരിയൽ സിനിമാ താരം ഹരിമുരളിയെ രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ മറ്റു ദുരൂഹതകളൊന്നുമില്ല, ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണ് പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.